ഹായ്, ഞാൻ അഖിൽ, ഒരു IT വിദ്യാർത്ഥിയാണ്. കുട്ടപ്പൻ മത്സ്യത്തൊഴിലാളിയാണ്. അപർണ പത്രപ്രവർത്തക. സുബൈർ ലോഡിംഗ് തൊഴിലാളി. പിന്നെ ചന്ദ്രമോഹൻ, ഖാദർ, മേരിയമ്മ, ജസി, സഫിയ, അങ്ങനെ 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 ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ ന്യൂ മീഡിയ സന്ദേശത്തിലൂടെ ഒരു കുടക്കീഴിലായി. ഫാസിസ്റ്റ് വർഗീയ ജനദ്രോഹ ശക്തികളൊക്കെ ചേർന്ന് ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാനാവില്ല. വായി നോക്കി നിൽക്കാതെ ഒന്ന് തടവിത്താടാ വൃത്തികെട്ടവനെ. ഓ നിർത്ത്, ഇതിലും തടവാതിരിക്കുന്നതാ. എന്ത് പറ്റിയേട്ടാ? മരുന്നിന്റെ വില 1ഉം 2ഉം അല്ല, 240 ഇരട്ടിയാ വർദ്ധിച്ചത്. അപ്പൊ ബില്ലും കൂടും. ബോധം വരുമ്പം ചേട്ടൻ ബില്ലടച്ചോളും. ബോധം വരുമ്പോ പറയണേ, അടുത്ത ബില്ലും കൂടെ തരാം. എന്റെ ബോധം പോയിട്ട് വന്നാ എന്താണോ തനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം പോകുന്നത്? അത് പിന്നെ ഞാൻ കുറച്ചു കാലം ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ബോധം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയും നിൽക്കുന്നത്. കൊള്ളാം. ജനങ്ങളെ കറക്കുന്ന സർക്കാർ ആശുപത്രിയിൽ കറങ്ങാത്ത ഫാൻ. ഇവിടെ നല്ല ചൂടല്ലേ? നല്ല തണുപ്പുള്ള ഒരു സ്ഥലമുണ്ട്, നിനക്ക് പറ്റിയ സ്ഥലം. തൊട്ടപ്പുറത്താ മോർച്ചറി, നല്ല തണുപ്പാ. ഇന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടാ. പോകുന്നില്ലേ? വേഗം ബില്ല് അടച്ചിട്ട് പോകാൻ. ഇവിടെ മോർച്ചറിയില്ല. ഈ ബില്ല് എന്നെ കൊല്ലും. അച്ഛാ ദിൻ ആ ഗയ. അച്ഛാ ദിൻ, നല്ല ദിവസം. ഇതാണ് നല്ല ദിവസമെങ്കിൽ ഇനി വരാൻ പോണ ദിവസങ്ങളൊക്കെ എന്തായിരിക്കും? പൊത്തിലിരിക്കുന്നത് മൂർഖനാണെന്നറിയാതെ കൈയിട്ട് പോയല്ലോ ചേട്ടാ. പൊത്തിലിരിക്കുന്നത് മൂർഖനല്ല, പെരുമ്പാമ്പാ. എല്ലാം വിഴുങ്ങുന്ന പെരുമ്പാമ്പ്. വോട്ട് ചെയ്ത മഷി ഉണങ്ങിയില്ല, അതിനു മുമ്പ് വിഴുങ്ങാൻ തുടങ്ങി. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരേ നിങ്ങൾ തൻ പിന്മുറക്കാർ? ഒരു വിലവിവര പട്ടിക കണ്ടോളൂ. ക്യാൻസർ മരുന്നായ ക്ലൈംബിക്സിന്റെ വില 8500. ഇപ്പോൾ അതിന്റെ വില 1,80,000 രൂപ. ജലസേചന സൗകര്യവും ഇരിപ്പവും മുപ്പവും കൃഷി ചെയ്യുന്ന ഭൂമി ഏറ്റെടുത്ത് തടയുന്ന വ്യവസ്ഥകളുമായി പ്രധാനമന്ത്രി ഉടനെത്തും. അടച്ചോനെ. ജലസേചന സൗകര്യവും ഇരിപ്പവും മുപ്പവും കൃഷി ചെയ്യുന്ന ഭൂമി ഏറ്റെടുത്ത് തടയുന്ന വ്യവസ്ഥകളുമായി പ്രധാനമന്ത്രി ഉടനെത്തും. എന്റെ പടച്ചോനെ, ഉടനെ എത്തല്ലേ? പുള്ളിക്കാരൻ ഇന്ത്യയിലേക്കുള്ള വഴിയൊക്കെ അറിയാമോ ആവോ? ഇന്ത്യക്കാരുടെ വികസനത്തിനു വേണ്ടി ഇനി അദ്ദേഹം ചർച്ച ചെയ്യാൻ പോകുന്നത് അന്റാർട്ടിക്കയിലെ പെൻഗ്വിനുകളുമായിട്ടാണ്. കണ്ടു.
കൊള്ളാം എന്തായാലും. ഇനി പെൻഗിനുമായി സെൽഫി എടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ ഉടനെ കാണാല്ലേ? ആ കുട്ടപ്പൻ ചേട്ടാ, അഖിലേ, അതെ, എന്റെ അനുജ ഉത്തമനെ കുറെ നേരമായിട്ട് ഒരു തെങ്ങിന്റെ മണ്ടേ കയറി ഇരിക്കുക. എന്താ കാര്യം? എന്ത് പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല? നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. എടാ ഉത്തമ, എന്റെ പൊന്നുത്തമ, ഒന്ന് ഇറങ്ങി വാടാ. ഞാൻ ഇറങ്ങി വരത്തില്ല. എടാ നിന്റെ ചേട്ടനല്ലേടാ വിളിക്കുന്നത്, ഒന്ന് ഇറങ്ങി വാടാ. ചേട്ടനല്ല, ഇനി നരേന്ദ്രമോദി വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരത്തില്ല. എടാ എന്താടാ നിന്റെ പ്രശ്നം? എന്റെ 15 ലക്ഷം രൂപ ചേട്ടൻ എടുത്തു. നേരാണോ? 15 ലക്ഷം രൂപയെന്ന്? എടാ എന്റെ 15,000 രൂപ തികച്ചെടുക്കാനില്ല, പിന്നാണ് 15 ലക്ഷം രൂപ. എടാ ഉത്തമ, ഒന്നിറങ്ങി വാടാ. ഞാൻ കറുവാപ്പസി അല്ല. എന്തോ? ഞാൻ വീട്ടിലേക്ക് ഇല്ലെന്ന്. ഓ അങ്ങനെ. അല്ല കുട്ടപ്പ, ഈ ഉത്തമൻ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ചേട്ടാ അതെ, പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു പോലും പ്രധാനമന്ത്രിയാകുമ്പോ അദ്ദേഹം 15 ലക്ഷം രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കുമെന്ന്. ഓ, സ്വിസ് ബാങ്കിലെ കള്ളപ്പണം വിതരണം ചെയ്ത കാര്യമാണല്ലേ? അറിയാം. ഇപ്പൊ അവൻ പറയാണ് അവന് കിട്ടാനുള്ള ആ 15 ലക്ഷം രൂപ അത് ഞാൻ അടിച്ചു മാറ്റിയെന്ന്. ഭരണത്തിൽ കയറി 100 ദിവസം തികയുമ്പോ 15 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. എന്റെ പൈസ ചേട്ടൻ എടുത്തു. പിന്നെ 15 ലക്ഷം പ്രധാനമന്ത്രി എനിക്ക് തരാമെന്ന് പറഞ്ഞ 15 ലക്ഷം രൂപ തരാതെ ഞാൻ ഇറങ്ങി വരത്തില്ല. ഇറങ്ങി വേണം. ഞാൻ വീട്ടിലേക്ക് ഇല്ലെന്ന്. ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ? നടക്കുവോ? അപ്പൊ അതെ, ഞാൻ ഇപ്പൊ 15 ലക്ഷം രൂപ കൊടുത്താലേ അവ ഇറങ്ങി വരുള്ളൂ എന്ന്. അത് കൊടുക്കാന്ന് പറയൂ. എന്ന് പറഞ്ഞ ഞാൻ എവിടെ എടുത്ത് കൊടുക്കും 15 ലക്ഷം രൂപ? ഇറങ്ങി വരാൻ പറയൂ. ഒക്കെ ശരിയാവുന്നേ, ശരിയാക്കാം. ഇറങ്ങി വരാൻ പറയൂ. കിട്ടിയല്ലേ? ഓ ശരി 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 ശരി, ഞാൻ പറയാം. എടാ ഉത്തമ, നിന്റെ 15 ലക്ഷം രൂപ കിട്ടിയടാ. കിട്ടിയാ? എടാ നീ ഒന്ന് ഇറങ്ങി വേടാ, നീ ഒപ്പിട്ട് കൊടുത്താലേ അത് കിട്ടുള്ളൂ എന്ന്. ഫോൺ വന്ന്. എന്നാ ഞാൻ വരാം. വേഗം ഇറങ്ങി വാ, 12 മണി വരെ ബാങ്ക് ഉള്ളൂ. നമ്മുടെ സമ്പദ് വ്യവസ്ഥ പോലെ അങ്ങനെ താഴോട്ട്. എവിടെ ഒപ്പിടേണ്ടേ? വിരലടയാളം മതിയോ? ഒപ്പിടണ്ട, വിരലടയാളവും വേണ്ട. 10, ഇത് 5, 15 രൂപയുണ്ട്. ഇത് കള്ളപ്പണമല്ല, ഞാൻ മീൻ വിറ്റുണ്ടാക്കിയ വെള്ളപ്പണം. ഇങ്ങോട്ട് നോക്കടാ. ഇനി മേലിൽ തെങ്ങിന്റെ മണ്ടയിൽ കയറി ഇതുപോലുള്ള അഭ്യാസം നീ കാണിച്ച 2 കാലും 2 കൈ ഞാൻ തല്ലി ഓടിക്കും. അവന്റെ 15 ലക്ഷം രൂപയും പ്രധാനമന്ത്രിയും. വാക്കുമാറ്റുന്നെങ്കിൽ ഇങ്ങനെ മാറ്റണം. കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കള്ളപ്പണക്കാരനായ ലളിത് മോദി വരെ BJP കുടക്കീഴിൽ. അഴിമതി എന്ന് പറഞ്ഞാ ഇതാണ് അഴിമതി. 425 കോടി രൂപയുള്ള ഭൂമി ഗവൺമെന്റ് തട്ടിയെടുക്കുന്നു. കടം എന്ന് പറഞ്ഞാൽ ഇതാണ് കടം. 4 വർഷം കൊണ്ട് 57,176.76 കോടി 56,176.76 കോടി രൂപയുടെ കടം. ചേർത്തലയിലെ വാഗൺ ഫാക്ടറി, കോച്ച് ഫാക്ടറി, തിരുവനന്തപുരത്തെ റെയിൽവേ മെഡിക്കൽ കോളേജ്, നഷ്ടങ്ങൾ കൂടുന്നു. കഷ്ടപ്പാടുകൾ മാത്രം കിട്ടി, നഷ്ടപ്പെടലുകൾ മാത്രം കിട്ടി. എന്നും എടുത്ത് വെയിലത്തിടും, വൈകുന്നേരം എടുത്ത് അകത്തിടും.
അതെ, നിനക്കൊക്കെ ഇപ്പൊ വിലയിടിവാ. നീയൊക്കെ ഇവിടെ കിടന്ന് ഉണങ്ങി ചുരുണ്ടോ? ശ്ശേ, അമ്മച്ചി ഇതിലടിച്ച പെട്രോൾ എന്തിയാ അമ്മച്ചി? ഇന്നലെയും കൂടി 250 രൂപയ്ക്ക് അടിച്ചതല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും പെട്രോളിന്റെ വില കേറി വരുമല്ലേ അമ്മച്ചി? ഒരു 250 രൂപ താ അമ്മച്ചി. ഓ, നീ ചോദിക്കുമ്പോ കാശ് തരാൻ ഇവിടെ എന്നാ നോട്ട് അടിക്കുന്ന യന്ത്രം ഉണ്ടോ? നോട്ട് എണ്ണ യന്ത്രമുണ്ട്, പക്ഷെ അത് ഇവിടെ അല്ല. എന്നാ അപ്പച്ചിതാ ഒരു 250 രൂപ പെട്രോൾ അടിക്കാനാ. ആ, എടി മോളെ, അപ്പച്ചൻ KSRTC പോന്നിട്ടേ വർഷം 4 ഇതുവരെ പെൻഷനായിട്ട് നയാ പൈസ കിട്ടിയിട്ടില്ല. ഞങ്ങൾ KSRTCക്കാരെ ആത്മഹത്യ ചെയ്യിക്കുന്ന സർക്കാരാ ഇവിടെ ഉള്ളത്. എന്റെ കയ്യിലും നയാ പൈസ ഇല്ല മോളെ. എന്നാ പിന്നെ വല്യമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. വല്യമ്മച്ചിയുടെ പെൻഷൻ കാശ് വരാറായി കാണുമല്ലോ. പാവത്തിന്റെ വാർദ്ധക്യകാല പെൻഷൻ വരാതായിട്ട് മാസം 8 മരുന്നിന് പോലും കാശില്ലെന്നേ. അതിനിടയിലാ അവളുടെ 250 രൂപ. ഈ പെൻഷൻ എന്നല്ല, എല്ലാ പെൻഷനും മുടങ്ങിട്ട് കാലങ്ങളായി. കൈയിട്ട് വാരുന്നതിനിടയിൽ അവർക്ക് പ്രശ്നങ്ങൾ അറിയാൻ എവിടാ നേരം? എന്തോ വിലക്കയറ്റം വന്നേ. ആ 4 വർഷം മുമ്പ് 100 രൂപയായിരുന്ന പലചരക്കിന് ഇപ്പം 300 രൂപയായില്ലേ? 4 കൊല്ലം മുമ്പ് നല്ല ചങ്കൂറ്റമുള്ള ആണുങ്ങളാ ഈ നാട് ഭരിച്ചിരുന്നേ. ജനങ്ങളെ അറിയുന്നവര്. വില കൂടാൻ കാരണം എന്താണെന്ന് അറിയാവോ? സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും. എന്തിന് റേഷൻ സംവിധാനം വരെ ഇവർ തകർത്ത് കളഞ്ഞില്ലേ? കറണ്ട് ചാർജും പാലിന്റെ വിലയും ബസ് ചാർജും വെള്ളക്കരും ഒക്കെ അവര് കൂട്ടിക്കൊണ്ടിരിക്കല്ലേ. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്റെ കർത്താവേ? എനിക്കറിയത്തില്ലേ. വില കൂടാത്തതായിട്ടൊരു സാധനം ഉണ്ടടി. എന്നാന്നേ? നമ്മള് മനുഷ്യർ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കുറച്ച് റബ്ബർ ഷീറ്റ് എടുത്ത് ജോർജേന്റെ കടയിൽ കൊടുത്ത് കാശാക്കി താ അപ്പച്ചാ. കൊണ്ടുപോയിട്ട് ഗുണമൊന്നുമില്ലടി മോളെ. 250 രൂപ ഉണ്ടായിരുന്ന റബ്ബറിന് ഇപ്പൊ അതിന്റെ പകുതി വില പോലും കിട്ടത്തില്ല. നമ്മള് റബ്ബർ കർഷകരുടെ നട്ടുവാടി യവന്മാർ ഓടിച്ചിരിക്കുന്നേ. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യണ്ടേ? എനിക്ക് കോളേജിൽ പോണ്ടേ? ഓ, ഒരു വിദ്യാഭ്യാസം. സ്കൂൾ തുറന്നിട്ട് ഇത്രയായി, ഇതുവരെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം പോലും കൊടുത്തിട്ടില്ല. എനിക്കൊരു ജോലിയൊക്കെ കിട്ടട്ടെ എന്റെ അമ്മച്ചി, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. പഠിത്തം കഴിഞ്ഞ് വരുമ്പോ ജോലി. പഠിത്തവും കഴിഞ്ഞ് വരുമ്പോ ജോലി തരാൻ ജനങ്ങളുടെ സർക്കാരല്ലടി ഇവിടെ ഇപ്പൊ ഉള്ളത്. ഇവിടെ എല്ലാം സ്വകാര്യവൽക്കരിക്കുക. റെയിൽവേയും ഇൻഷുറൻസും. എന്തിന്? പട്ടാളത്തെ പോലും സ്വകാര്യവൽക്കരിക്കുക. മോളെ, നീ ഇതൊന്നും കണ്ടു പേടിക്കണ്ടടി. ഇനി ഇവിടെ നല്ല കാലം വരാൻ അധിക കാലം കാത്തിരിക്കണ്ട. കേട്ടോടി മോളെ? മോളെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, ഈ മേഖലയിൽ നിന്ന് ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വികലമായ കാർഷിക നയത്തിലൂടെ രാജ്യത്തെ പല കൃഷിഭൂമികളും ഇല്ലാതായി. തൊഴിലാളികൾക്കുള്ള വേതനം 91.28% ഇന്ന് 10% കുറഞ്ഞു. രാജ്യത്തെ പകുതിയിലേറെ കൃഷിഭൂമികൾ ഇല്ലാതായി.